ഫുഡ് എങ്ങനെ? സൂപ്പർ. കറി, ചോറ് എല്ലാം നല്ലത്. സലാഡ്, പരിപ്പ് കറി സൂപ്പർ. നല്ല ഫുഡ്. കുറച്ച് ബീഫ് കൊടുത്തരാം. ഹിന്ദിക്കാര് മലയാളം പറയുന്നത് മലയാളികൾ ഫുഡ് വേണം. തലപ്പൊക്കടില്ല. അടിപൊളി. ഒന്നും പറയാല്ല. അടിപൊളി അടിപൊളി അടിപൊളി. ചെറിയ ബുദ്ധിമുട്ടാവുന്ന പറയല്ലേ. സാധന ചോറ് ചോറ് വേണ്ട, ഞാൻ പറയാം. ഫുഡ് എങ്ങനെ? ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? അടിപൊളി അടിപൊളി. ഉച്ച കഴിച്ചാണ് ഇപ്പൊ കഴിക്കണം. നല്ലത്. ഇപ്പൊ കഴിക്കണം. നല്ലത് ഫുഡ്. നല്ല ഫുഡ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 6 ലെമൺസ് ആയിട്ടുണ്ടായില്ല. 2 സ്പ്രൈറ്റ് ഉണ്ട്. എത്ര മതിലുണ്ടാവും? 30 പേർക്ക് എത്ര മതിലുണ്ടാവും? ആദ്യത്തെ 2ാമത്തെ ട്രിപ്പ് നിയാസ് കരസ്ഥമാക്കിയിരിക്കുന്നു. ചവക്ക് ചവക്ക്. നോമ്പ് തുറന്നിട്ട് വന്നിട്ടുള്ള നോമ്പ് പറ. കുമ്പട്ടിങ്ങ ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്, മുന്തിരി ഉണ്ട്, കട്ട്ലറ്റ് ബീഫ്. ഓക്കെ കണ്ടാ, ഇത് കാണിക്കും. വാട്ടർമെലൻ ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്, മുന്തിരി ഉണ്ട്, പിന്നെയും ഈന്തപ്പഴം ഉണ്ട്. കട്ട്ലറ്റ് നല്ല ഹാർട്ട് ഷേപ്പിലുള്ള കട്ട്ലറ്റ് ഉണ്ടാ. ഓ കട്ട്ലറ്റ് വെക്കണ ആളെടുക്കിച്ചേ മോറ് കാണിക്ക് എല്ലാരും. എല്ലാവർക്കും നോമ്പൊന്ന് പ്രത്യേകം എടുത്ത് പറയണ്ട. അരമധുരം വെള്ളത്തിന് ചിലപ്പോ മധുരം കുറവൊക്കെ ഉണ്ടാവും. പ്ലേറ്റ് വെക്കണ്ടേ? അല്ല എല്ലാവരും സെപ്പറേറ്റ് അല്ല. ഇങ്ങനെ വെച്ചാ കിട്ടോ? കയ്യുക്കുള്ള കാര്യക്കാരനാവട്ടാ. ഓ സുധീർ കറക്റ്റ് ആയിട്ട് കട്ട്ലറ്റ്. എവിടെ കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? കട്ട് ചെയ്തോ മതി. ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് ഗ്രൂപ്പിലെ നോമ്പ് പറയണേ. മിണ്ടാണ്ടിരിക്കും, കാര്യം പറയാൻ ഇടയ്ക്കിടന്ന്. ഓക്കെ, ഡയഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും ഇതൊരു വർക്ക്ഷോപ്പ് തന്നെയാണെന്നുള്ളത്. എല്ലാവരും സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഈന്തപ്പഴം ഉണ്ട്, വാട്ടർമെലൻ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, മുന്തിരി, വെള്ള മുന്തിരി ഉണ്ട്. വേറെ എന്തൊക്കെ ഉണ്ട്? ഇത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് ശേഷം നെയ്ച്ചോറ്, ബീഫ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ മന്തി ഉണ്ട്. അങ്ങനെ 2 ഐറ്റമാണ് ചെയ്തെടുക്കുന്നത്. പറയണല്ല സ്ഥലം ഉണ്ടാവണ മന്തി നമുക്ക് കൊണ്ടുവരാം. പുറത്തുനിന്ന് ഒരാള് കയ്യുമാണ് ഇമാമായിട്ടുള്ളത്. ചീരക്കഞ്ഞി കൊണ്ടുവരും ചെയ്യുന്നുണ്ട്. കരിക്കഞ്ഞി പള്ളിയിൽ നിന്ന് കൊണ്ടുവരണം. ചീരക്കഞ്ഞി റെഡിയാണ്. സുധീർ അല്ല, ഫുഡായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സുധീർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കോർഡിനേറ്റർ ഈ പ്രാവശ്യം ബൊമ്മലാണ്. ബൊമ്മ തകർത്ത് ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഒരു പണിയും ചെയ്യാത്തവരെ കറക്റ്റ് ചെയ്യിപ്പിച്ച് ഈ പ്രാവശ്യം. മധുരണ്ടാ മധുരം കുറച്ച് കുറവാണ്. ഒന്ന് ഇങ്ങോട്ട് വായോ, വർഷാപ്പിലേക്ക് നോമ്പ് തുറച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ നിൽക്കില്ല വേമ്പ. അല്ല, ഞങ്ങൾക്ക് അല്ലാണ് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെ എത്തീമേളൊന്ന് കഴിക്കണം. അതാണ്. ഒന്ന് വാ ശുക്കൂർക്ക്, ഒന്ന് വാ പ്ലീസ്. വേഗത്ത് ഇമാമായിട്ട് വേണം. മതിലത്തെ ശുക്കൂർക്ക ഞങ്ങളുടെ ഒക്കെ മെയിൻ ആളാണ്. എല്ലാരും വന്നോണ്ടിരിക്കണ്ട കടാ. റെഡി. ഓക്കെ, സെറ്റ്. നമ്മുടെ മതിലകത്തിന്റെ ബ്ലോഗർ ഷിനാസ്. കാലത്തൊട്ട് കഷ്ടപ്പെടലായിരുന്നു. നീയല്ല ഇവിടെ ഉണ്ടായിരുന്നവര്. നോമ്പറിനെ കുറിച്ച് 2 വാക്ക് പറയും. സമാധാനത്തിന്റെ സമാധാനപരമായിട്ടുള്ള ദിവസങ്ങൾ കടന്നു പോകുന്നത്. 5 നേരം പള്ളി പോകാം. പള്ളിയിൽ അവിടെ ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കുക. നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാലും 1 മണിക്കൂർ അവിടെ നിൽക്കും.
പ്രത്യേക ഒരു സുഖമാണ് മനസ്സിന്, ഒരു ശാന്തി. മധുരം നോക്കും, മധുരം നോക്കിയാ ഇതിപ്പോ 600 കൊള്ളതായിട്ടുണ്ട്. 40 കുപ്പികളല്ല കേട്ടോ, ബാക്കിയുള്ള പാർസലേക്ക് കൊണ്ടോ. ആറ് ലെമൺ തരട്ടുണ്ടായില്ല, 2 സ്പ്രൈറ്റ് ഉണ്ട്. എത്ര മതി ഉണ്ടാവും? 30 പേർക്ക് എത്ര മതി ഉണ്ടാവും? വെള്ളം കുറെ കൂട്ടേണ്ടി വരും. ഇപ്പോൾ തന്നെ പാർസലായി തുടങ്ങിയോ? സുധീറിന് കാര്യം മനസ്സിലായി, ഇത് കുറെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും ബാക്കിയാവും. സുധീർ ആദ്യമേ നാളെ നോമ്പറുടെ ഓർഡർ എടുത്തിട്ടുണ്ട്. 30 പേർക്ക് 600 രൂപക്കുള്ള വെള്ളം. എന്താണ് ചോപ്പ് കളർ? സനീജിനാണ് സ്പെഷ്യൽ വിത്തൗട്ട്. 10 പ്രാവശ്യം ഈ വെള്ളത്തിന്റെ മധുരം നോക്കി എന്നിട്ട് അവനക്ക് വേണ്ടി സ്പെഷ്യൽ വിത്തൗട്ട് ജ്യൂസ്. നേരത്തെ കണ്ടല്ലോ മധുരം നോക്കണത്. സ്പ്രൈറ്റ് മാത്രം. സോറി, വാട്ടർമെലൺ. എപ്പത്തി എന്തോട് ഫുഡ് എന്തോട് മന്തിണ്ടാ? 2 മുൻകരുതലല്ലേ? റമദാൻ മാസമായിട്ടല്ലേ? റമദാൻ മാസമായിട്ടും കട്ട്ലറ്റ് മോഷണം. എല്ലാരും കട്ട വെയിറ്റിങ്ങിലല്ലേ? അതെ അതെ, വേണ്ടവർക്കും വേണ്ടാത്തവർക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കണം, നല്ല തീരുള്ളൂ. ബാങ്ക് കൊടുത്ത് നല്ല പഴല്ലേ? ജ്യൂസ് കുടിക്കല്ലേ? നമ്മുടെ സഖാവ് വിജേഷ് വന്നിട്ടുണ്ട് നോമ്പുറക്കാൻ. നോമ്പുറക്ക് ജ്യൂസ് കൊടുത്തറ. എല്ലാരും നിസ്കാരം കഴിഞ്ഞ് വന്നോണ്ടിരിക്കണേ. പൊട്ടിക്ക് എന്തൊരാവേശല്ലേ? ഓ കറക്കും അപ്പുറത്തേക്കോ? അരികളല്ലേട്ടാ, കുറേശ്ശെ. ചോറ് സെറ്റ് ചെയ്യണം. എന്തൊക്കെയുണ്ട്? പരിപ്പുണ്ട്, ചോറുണ്ട്, പുളിങ്കരല്ലേ? ഇറച്ചിക്കറിയാണ്. പുളിങ്കറി പോയി. ഇതെന്താണിത്? എടാ കറി കുറേശ്ശിടാൻ. ഓ നല്ല ചൂടല്ലേ? എടാ സാമ്പാർ നമ്മുടെ കയ്യിലുണ്ടോ? അത് തിരിച്ചു പിടിക്കണ, അടെ കയ്യില് തിരിച്ചു പിടിക്കും. ആ കയ്യും കെട്ടി വെയിറ്റ് ചെയ്തിരിക്കണ ഷാനെ. ഇച്ചിരി ഉത്തരവാദിത്തം വേണ്ടേ? നിങ്ങളെ വിളമ്പണ്ടേ? ചോറ് എടാ റിയാസിന് 2 നോമ്പുണ്ടായിട്ടാ. റിയാസിന് 2 നോമ്പുണ്ടായിരുന്നു.
എല്ലാരും തകർക്കും. കറിക്ക് സെപ്പറേറ്റ് വേറെ പാത്രം. എടാ സാധ്യത ചിലപ്പോ 2 പാത്രത്തിലും കൂടുതൽ 2 പ്ലേറ്റിലും കൂടുതൽ ഒഴിച്ചോളം പറയണ്ട. മതിര 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 ചോറില്ലേ? എനിക്ക് ചോറിട്ടില്ലേ? നിയാസിന് പരിപ്പ് കൊടുക്ക്. നിയാസിന് പരിപ്പ് കൊടുക്ക്. പരിപ്പ് താഴ്ത്തിരിക്കണം. അവിടെ നിനക്ക് കറിയില്ലേ? കറി വേണ്ട സുധീറിന്. കച്ചമ്പറ ഇട്ട് കൊടുക്ക്. സുധീർ എനിക്ക് വെള്ളം പോലെ കുറെ കൊടുക്കണ്ടല്ലോ. സെറ്റല്ലേ? സെറ്റല്ലേ? പരത്തിര് പരത്തിര് പരത്തിര ചൂടല്ലേ? പരിപ്പ് വരുമ്പോ ചോറ് തീരല്ലേ? ചോറ് ചോറ്. എടാ ആദ്യത്തെ 2ാമത്തെ ട്രിപ്പ് നിയാസ് കരസ്ഥമാക്കിയിരിക്കുന്നു. കൈമേൽ ഒഴിക്കില്ല, ചൂടുണ്ട്. കറി നോക്കിയോളം വിട്ടാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനാണ്. സുധീരക്ക് വെള്ളം ആവശ്യമാണ്. മതിയറ മതിയറ റീഫില്ലല്ലേ? മതി മതി ധാരാളം. ചൂടെന്താ? പരിപ്പ് പരിപ്പാണോ? നെയ്ച്ചോറച്ച് മാത്രം. നെയ്ച്ചോറ് നല്ല രസം. മറ്റേ മോരുവിലാണ് ഫുഡ് അടിപൊളിയാണ്. ഇറച്ചിക്കറിയും ബീഫ് കറിയും ചോറും അടിപൊളി. പരിപ്പ് കറി അതിനേക്കാൾ സൂപ്പർ. പോത്ത് ഓതിൽ പോത്ത് ചോറ് ഇറച്ചിക്കറി കൂടി കഴിക്കും. ഇറച്ചിക്കറിയാണോ? ചാറ് വേണ്ട, ബീഫ് മാത്രം. നല്ല അടിപൊളി ഫുഡ് ഉണ്ടാ. ഈ ചോറും കറിയും മാത്രമായിട്ട് കഴിച്ചാൽ മതി. സെറ്റണം. നമ്മുടെ പടിയൂര് പള്ളി, പള്ളിയൂര് പള്ളിയുടെ ഉള്ളിൽ തന്നെ മദ്രസയിലും കിച്ചണുണ്ട്. അവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. ഓർഡർ അനുസരിച്ചിട്ട് അത് ഇന്നൊന്നുമില്ല, അതിപ്പോ അറിയാം. ഫുഡ് എടുക്കാൻ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ നമ്പർ ഞാൻ തരാം. എന്ന് വെച്ചാല് ജസ്റ്റ് ടേസ്റ്റ് അത്യാവശ്യം ഫാമിലികളൊക്കെ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് അവരൊന്നും. സാധാരണ മോരി ബിരിയാണി നമ്മൾ ചെയ്യാറുള്ളത്, പക്ഷെ ഇത് മാറ്റി നെയ്ച്ചോറ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഫ്ലോപ്പ് ആവുന്ന വിചാരിച്ചു. പക്ഷെ നെയ്ച്ചോറും ബീഫും അടിപൊളി. അങ്ങനെ ഇക്കൊല്ലത്തെ നോമ്പർ, അതായത് 2025 നമ്മുടെ വർക്ക്ഷോപ്പ് ഗ്രൂപ്പിലെ നോമ്പർ നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടാടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പരിപാടിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞിക്ക? നോമ്പ് തുറ എന്തായാലും കലക്കി തന്നെ പറയാം. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ നോമ്പ് തുറ നമ്മൾ വർക്ക്ഷോപ്പിൽ നടത്തുന്നുണ്ട്. അതിൽ ഈ പ്രാവശ്യം ഈ വർഷത്തെ നോമ്പ് തുറ എന്തൊരു വ്യത്യസ്തത ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫുഡ് എല്ലാവർക്കും നമ്മൾ സ്ഥിരം ഈ ഒരു ബിരിയാണി, മൂരി ബിരിയാണി അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊരു ചേഞ്ച് വരുത്തിയിട്ട് ഈ പ്രാവശ്യം നെയ്ച്ചോറും ബീഫും ആക്കിയിട്ടുണ്ട്. അതെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. അത് ശരിയാണ്. എന്നാലും നെയ്ച്ചോറും ബീഫും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും കഴിച്ച്. പിന്നെ നമ്മളെ ഈ പ്രാവശ്യത്തെ ആളുകൾ കൂടുതലുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ നോമ്പ് തുറ ഈ പ്രാവശ്യത്തെ കോർഡിനേഷന് വേണ്ടിയിട്ട് നമ്മളെ ബിപിൻ ബൊമ്മല ആളിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ആൾ നല്ല ആത്മാർത്ഥത്തോടെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ആത്മാർത്ഥത്തോടെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഫുഡ് കാര്യങ്ങൾ ചെയ്തതും വെള്ളം കലക്കൽ, സുധീർ, ഇവരൊക്കെ ഇവരെല്ലാവരും ഉണ്ട്. എന്നാലും
സനീജ് ബേക്കിൽ നിൽക്കുന്നുണ്ട് ഇല്ലല്ലേ ആ സനീജ് ഇവരൊക്കെ എല്ലാവരും നല്ല ആത്മാർത്ഥത്തോടെ ചെയ്തിട്ടുണ്ട്. ആരും പേര് പറയാത്തതിന് ഒരുപാട് ആൾക്കാർ കഴിച്ചും സഹകരിച്ചവരുണ്ട്. എന്തായാലും സന്തോഷമായിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ നോമ്പ് തരാം. ഹാപ്പി. എല്ലാ പ്രാവശ്യത്തിലും ഒരു വ്യത്യസ്തത ഉണ്ട്. അതെ അതെ. അല്ല ഒരു വ്യത്യാസമില്ലാത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കാര്യമാണ്. വെള്ളം പിന്നെ എല്ലാ കൊല്ലവും ഡ്രം കണക്കിന് സുധീർ 30 ആൾക്ക് 30, 40, 50 പേരൊക്കെ ആണെങ്കിലും അത് ഡ്രം ഇഷ്ടം പോലെ ഉണ്ടാവും വെള്ളം. ഇവിടെ വെള്ളം എല്ലാവരും വീട്ടിലേക്കുള്ളവരും കലക്കും. അപ്പൊ സന്തോഷമായി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത നോമ്പിന്. ബൈ ബൈ.